നമ്മുടെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ പ്രധാനമായിട്ടും IT മേഖലയെയാണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ 800-ലധികം വരുന്ന ജീവനക്കാരെ 2 കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവരെല്ലാം കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ശക്തിയായ പ്രതിഷേധമാണ് കേരളം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇത്തരം വെല്ലുവിളിയെയും ധിക്കാരത്തെയും കേരളത്തിൽ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് കേരളം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ കോഡുകൾ ഈ അടച്ചുപൂട്ടുന്നവരെ സംരക്ഷിക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതാണ്. അതാണിപ്പോൾ കൂടുതൽ വ്യക്തമാക്കിയത്. ലേബർ കോഡിനെതിരായി നടന്ന പ്രക്ഷോഭത്തെ പരിഹസിക്കുന്ന നിലപാടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് സമരം നടക്കുന്ന, പണിമുടക്ക് ഉൾപ്പെടെ നടക്കുന്ന സന്ദർഭത്തിൽ പോലും പറഞ്ഞിരുന്നത്. ലേബർ കോഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ ദുരനുഭവങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും ചേർന്നുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ തൊഴിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടത്തിയത്. തീർച്ചയായും കോറോ ഹെൽത്തിലുണ്ടായ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒറ്റയടിക്ക് 800ഓളം ആളുകളെ തൊഴിൽ മേഖലയിൽ നിന്ന് പിഴുതെറിഞ്ഞ നിലപാടിനെ ശക്തിയായിട്ട് നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള സംഘടിത പ്രസ്ഥാനങ്ങളുടെ ശ്രമം ഉണ്ടാവണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുക.